ഇന്ത്യ പ്രസ് ക്ലബ്ബ് ഓഫ് നോർത്ത് അമേരിക്ക എന്നൊരു സംഘടനയെക്കുറിച്ച് നിങ്ങൾ പലരും കേട്ട് കാണില്ല. സത്യം പറഞ്ഞാൽ ഞാനും കേട്ടിരുന്നില്ല. ഇങ്ങനൊരു സംഘടന ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലും ഗോട്ടിമാലയിലും വെനിസ്വേലയിലൊക്കെ താമസിക്കുന്ന ചില ചേട്ടന്മാർ മലയാളികളാണ്. ഇവരെല്ലാം കൂടി ചേർന്ന് ഇന്ത്യ പ്രസ് ക്ലബ്ബ് എന്നൊരു സംഘടന രൂപീകരിച്ചു. അവർ നോർത്ത് അമേരിക്കയിലായതുകൊണ്ട് ആ ഇന്ത്യ പ്രസ് ക്ലബ്ബ് ഓഫ് നോർത്ത് അമേരിക്ക എന്നതിന് പേരിട്ടു. ഇപ്പോൾ ക്രിസ്മസിൻ്റെ അവധി ആയതുകൊണ്ട് ചേട്ടന്മാരൊക്കെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഈ സംഘടനക്കാർ കൊച്ചിയിൽ പത്രസമ്മേളനം നടത്തി ഈ രാജ്യത്തെ ഈ മലയാളക്കരയിലുള്ള പ്രധാനപ്പെട്ട ചില മാധ്യമ പ്രതിഭകളെ ആദരിക്കാൻ തീരുമാനിച്ചു. ആ പുരസ്കാരങ്ങൾക്ക് അവർ മാധ്യമരത്നം, മാധ്യമ മുത്ത്, മാധ്യമ മരതകം, മാധ്യമ മാരണം, മാധ്യമ മാണിക്യം എന്നൊക്കെ പേരിട്ടു. ഏത് പേരിടാനായിട്ട് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. മാധ്യമ മാങ്ങാണ്ടി എന്നിട്ടാലും നമുക്ക് എതിര് പറയാൻ പറ്റുകയില്ല. അങ്ങനെ ഈ മാങ്ങാണ്ടി പുരസ്കാരത്തിന് കുറച്ചധികം ആളുകളെ തിരഞ്ഞെടുത്തു. മിക്കവാറും എല്ലാ ടെലിവിഷൻ ചാനലിലും ഓരോരുത്തർ വെച്ച് അവർ കണ്ടുപിടിച്ചു. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് KG കമലേഷ്, കൈരളി പീപ്പിൾ ചാനലിൽ നിന്ന് NP ചന്ദ്രശേഖരൻ, 24 ചാനലിൽ നിന്ന് അതിൻ്റെ ഭാഗ്യവിധാതാവായ ശ്രീകണ്ഠൻ നായർ, അതുപോലെ മാതൃഭൂമി ന്യൂസിൽ നിന്ന് മാധു സജി, പിന്നെ ഫ്രീലാൻസ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ ഓഫ് ബീറ്റ് മാധ്യമ പ്രതിഭകളായിട്ടുള്ള ധന്യ രാജേന്ദ്രൻ, അതുപോലെ നമ്മുടെ മനീഷ് നാരായണൻ, ഇങ്ങനെ കുറച്ച് പ്രതിഭകളെ കണ്ടെത്തി. മൊത്തം 27 പേർക്കാണ് ഇവർ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ 27 പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് അവാർഡ് പ്രഖ്യാപിച്ചു. അവാർഡ് വിതരണം, അവാർഡ് ദാനം എന്ന വാക്ക് തെറ്റാണ്. അവാർഡ് വിതരണം ഇന്നേ ദിവസം, അതായത് ജനുവരി 10-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് കല്ലൂരിലുള്ള ഗോകുലം പാർക്കിൽ വെച്ച് നടത്തുകയാണ്. ഗോകുലം പാർക്ക് നമ്മുടെ ഗോകുലം ഗോപാലൻ മുതലാളിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സാംസ്കാരിക സ്ഥാപനമാണ്. അവിടെ വച്ച് ഈ അവാർഡ് വിതരണം നടത്താൻ തീരുമാനിച്ചു. ഈ വാർത്ത എല്ലാ പത്രങ്ങൾക്കും കൊടുത്തു. എന്തിനാണ് 27 പേർക്ക് അവാർഡ് കൊടുത്തതറിയാമോ? ഓരോ സ്ഥാപനത്തിനും ഓരോരുത്തർക്കും കൊടുത്തതെന്ന് വെച്ചാൽ അതാത് സ്ഥാപനത്തിൽ ഈ വാർത്ത വലിയ പ്രാമുഖ്യത്തോട് വരും. ഇപ്പോൾ മാതൃഭൂമി ചാനലിൽ മാധു സജിക്ക് അവാർഡ് എന്ന വാർത്ത വരുമ്പോൾ അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. മാധുവിനോട് ഇഷ്ടക്കേടുള്ള ആളാണ് അതിൻ്റെ എഡിറ്ററെങ്കിൽ പോലും ഈ സ്ഥാപനത്തിന് കൂടി കിട്ടിയൊരു അംഗീകാരമാണ് എന്നുള്ളതുകൊണ്ട് അവിടെ കൊടുക്കും. കൈരളി പീപ്പിൾ ചാനൽ NP ചന്ദ്രശേഖരൻ അവാർഡ് എന്ന് വലിയ ലക്ഷത്തിൽ കൊടുക്കും. അതുപോലെ ഓരോ ചാനലുകാർ കൊടുക്കും. ശ്രീകണ്ഠൻ നായർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റും, പുള്ളിക്ക് അവാർഡ് കിട്ടുന്ന സാഹചര്യത്തിൽ. അങ്ങനെ എല്ലാ ചാനലിലും എല്ലാ പാത്രത്തിലും ഈ വാർത്ത വരും. അപ്പോൾ ഇന്ത്യ പ്രസ് ക്ലബ്ബുകാർക്ക് പ്രത്യേകിച്ച് ചിലവൊന്നും കൂടാതെ, അല്ലെങ്കിൽ ചെറിയ ഒരു അവാർഡ് പ്രഖ്യാപനവും ഗോകുലം പാർക്കിലെ അതിൻ്റെ വാടകയും കൂട്ടിയാൽ ഇവർക്ക് ജന്മകാലത്ത് കിട്ടാൻ പറ്റാത്ത രീതിയിലുള്ള ഒടുക്കത്തെ പബ്ലിസിറ്റി ഇതിൽ നിന്ന് കിട്ടും. ഈ മാധ്യമ പ്രവർത്തകർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ബോധമില്ലാത്തതുകൊണ്ട് മാധ്യമ സ്ഥാപനങ്ങൾക്ക് കച്ചവട താന്ത്രം ശരിക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഈ വാർത്ത അവർ കൊടുക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് 27 പേർക്ക് അവാർഡ് കൊടുത്തത്, 27 പേർക്ക് അവാർഡ് പ്രഖ്യാപിച്ചത്. അങ്ങനെ അവാർഡിതരായവരിൽ ഒരാൾ നമ്മുടെ പ്രിയങ്കരനായ പ്രമോദ് രാമനായിരുന്നു. പ്രമോദ് രാമൻ ഈ വാർത്താ രംഗത്തെ പഴയ ആളാണ്. ഇദ്ദേഹമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് തുടങ്ങിയ കാലത്ത് സുബോങ് ബേ എന്ന് പറഞ്ഞ ഫിലിപ്പീൻസിൽ അവിടെ നിന്നാണ് അദ്ദേഹം മാധ്യമപ്രവർത്തനം ആരംഭിച്ചത്. പിന്നെ സിംഗപ്പൂർക്ക് വന്നു, സിംഗപ്പൂരിൽ നിന്ന് മദ്രാസിലേക്ക് വന്നു, മദ്രാസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നു, പുളിയറക്കോണത്ത് നിന്നും ഏഷ്യാനെറ്റിന് വേണ്ടി വാർത്ത വച്ചു. പിന്നെ ഇന്ത്യ വിഷനിൽ വന്നു. പിന്നെ മനോരമ ന്യൂസ് ചാനലിൽ പോയി വളരെ കാലം അവിടുത്തെ പ്രധാന കുടുസാണ്ടറായിരുന്നു. അതും കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ മൗദൂദി ചാനലിൽ പോയിരുന്നിട്ട് ഫാസിസത്തെയും സാമ്രാജ്യത്വത്തെയും എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയധികം ധീര സാഹസ കൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തെയും ആദരിക്കാൻ 27 ഒരാളായിട്ട്, 27 ഒരുത്തനായിട്ട് ആദരിക്കാൻ ഈ അവാർഡ് ദാതാക്കന്മാർ തീരുമാനിച്ചു. അദ്ദേഹത്തിന് അവാർഡ് പ്രഖ്യാപിച്ച കാര്യം വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചത് ഈ മൗദൂദി ചാനൽ തന്നെയായിരുന്നു. ഇന്ത്യ പ്രസ് ക്ലബിൻ്റെ അവാർഡ് മീഡിയ വൺ ചാനലിന് എന്നാണ് അവർ കൊടുത്ത വാർത്ത. ടൈറ്റിൽ അങ്ങനെയായിരുന്നു. മീഡിയ വൺ ചാനലിൻ്റെ പ്രധാന ആശാനായിരിക്കുന്ന പ്രമോദ് രാമന് മാധ്യമരത്നം, അല്ലെങ്കിൽ മാധ്യമ മരതകം, അല്ലെങ്കിൽ മാധ്യമ മാങ്ങാണ്ടി എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു. അത് ഒരുപാട് പേര് ഇദ്ദേഹത്തെ ആദരിച്ചു, അനുമോദിച്ചു. അപ്പോഴാണ് വേറെ ചില വിദ്വാൻമാർ ഇത് ചൂണ്ടിക്കാണിച്ചത്. കേരളത്തിൽ ഏറ്റവും നല്ല പ്രസ് ക്ലബിന് ഒരു അവാർഡുണ്ട്. എന്തിന് പ്രസ് ക്ലബിന് അവാർഡ് കൊടുക്കുന്നറിയില്ല. അതുപോലെ മീഡിയ അക്കാഡമിയുടെ ചെയർമാനായിരിക്കുന്ന RS ബാബുവിനും അവാർഡുണ്ട്. RS ബാബുവിനും അവാർഡുണ്ട്. അതുപോലെ ഈ പ്രസ് ക്ലബിനും അവാർഡുണ്ട്. തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഏതോ ഒരു പത്രപ്രവർത്തകൻ
ഒരു മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായിട്ട് പെരുമാറി എന്നൊരു പുരാവൃത്തമുണ്ട്. വളരെ പണ്ട് എന്നോ ആണ്. അങ്ങനെ മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ ഒരു ചങ്ങാതി സെക്രട്ടറി ആയിരിക്കുന്ന ഈ പ്രസ് ക്ലബിന് അവാർഡ് കൊടുത്തത് തെറ്റായിപ്പോയി എന്ന് ഈ മാധ്യമരംഗത്തുള്ള ഏതോ സദാചാരവാദികൾക്ക് തോന്നി. അവർ അത് ഫേസ്ബുക്ക് പോസ്റ്റ് വഴിക്കും മറ്റുമൊക്കെ പ്രചരിപ്പിച്ചു. ഇതുപോലുള്ള ഏഴാം കൂലികൾ സെക്രട്ടറി ആയിരിക്കുന്ന സ്ഥാപനത്തിനാണോ അവാർഡ് കൊടുക്കുന്നത്? അവിടെ യോഗ്യന്മാരായ എത്ര ആളുകൾ മെമ്പർമാരായിട്ടുണ്ട് ഇല്ലേ? അതിനൊന്നും ആർക്കും ഒരു വിഷമമില്ല. ഏതായാലും സെക്രട്ടറി കൊള്ളരാത്തവനായതുകൊണ്ട് അവാർഡ് കൊടുത്തത് തെറ്റായിപ്പോയി എന്ന നിലപാടിലേക്ക് അവർ വന്നു. അപ്പോഴത്തേക്കും ചിലർ പറഞ്ഞു ഇത് ഫാസിസത്തിനും സാമ്രാജ്യത്വത്തിനും വിടുപണി ചെയ്യുന്ന ചില ആളുകൾക്കും ഈ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ അവാർഡ് വാങ്ങിക്കുന്നത് തെറ്റാണ്. വലിയ കഷ്ടമായില്ലേ? നമുക്ക് കിട്ടിയ അവാർഡിൻ്റെ കാര്യം നോക്കിയാൽ പോരാ, ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന അവാർഡ്, ബാക്കിയുള്ളവർ ആരൊക്കെയാണ് ഈ അവാർഡിതരായവർ? അവരിൽ ആരൊക്കെയാണ് സാമ്രാജ്യത്വത്തെ സപ്പോർട്ട് ചെയ്യുന്നത്, ആരൊക്കെയാണ് സൈനിസത്തെ സപ്പോർട്ട് ചെയ്യുന്നത്, ആരൊക്കെയാണ് ഫാസിസത്തെ പിന്തുണയ്ക്കുന്നത് എന്നൊക്കെ നോക്കി അത് ഉരച്ച് നോക്കി ഇതിൽ തങ്കം എത്രയാണ്, സ്വർണം എത്രയാണ്, ചെമ്പെത്രയാണ്, പിച്ചള എത്രയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവാർഡ് സ്വീകരിക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ പ്രമോദ് രാമന് കാര്യം മനസ്സിലായി. പണ്ട് ഷാങ് പോൾ സാർത്ര എന്ന് പറഞ്ഞ വലിയ ഒരു സാഹിത്യകാരനും ചിന്തകനുണ്ടായിരുന്നു. അദ്ദേഹം നൊബൽ സമ്മാനം നിരാകരിച്ചു എന്നുള്ളതാണ് ചരിത്രം. അത് കഴിഞ്ഞാൽ പിന്നെ നിരാകരിച്ചതിൽ ഒരു പ്രമുഖനായ വ്യക്തി നമ്മുടെ ടി പത്മനാഭനാണ്. പത്മനാഭന് ചെറുകഥയ്ക്കുള്ള സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം അത് നിരാകരിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ മുഖ്യ ശത്രുവായിരുന്ന എം ടി വാസുദേവൻ നായർക്ക് ഈ അവാർഡ് എത്രയോ കൊല്ലം മുമ്പ് കിട്ടിയതാണ്. അത് കഴിഞ്ഞ് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയ്ക്കും കിട്ടിയതിന് ശേഷമാണ് ടി പത്മനാഭൻ കിട്ടിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് കുറച്ചിലായിട്ട് തോന്നി, പുള്ളി ഇത് വേണ്ടെന്ന് പറഞ്ഞു. മറ്റ് പല അവാർഡുകളും പിന്നെ പുള്ളി കൈനീട്ടി വാങ്ങി, അതൊക്കെ പറയാം. ഏതായാലും ഇങ്ങനെ അവാർഡ് നിരസിച്ചാൽ അതൊരു ഗ്ലാമറാണ് എന്ന് മനസ്സിലായപ്പോൾ ഈ പ്രമോദ് രാമൻ സാർ എന്ത് ചെയ്തു വെച്ചാൽ, എനിക്ക് അവാർഡ് വേണ്ട, ഞാൻ അവാർഡ് സ്വീകരിക്കില്ല, ഞാൻ അവാർഡ് നിരസിച്ചു. അതേ ഫേസ്ബുക്ക് വഴി നമ്മളെയൊക്കെ അറിയിച്ചു. പുള്ളി രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു. ഒന്ന്, ഈ കൊളരാത്തവനായ ഒരു വ്യക്തി സെക്രട്ടറി ആയിരിക്കുന്ന പ്രസ് ക്ലബിന് അവാർഡ് കൊടുത്തു, അത് തെറ്റായിപ്പോയി. ഒന്ന്. രണ്ടാമത്തത്, ഗസയിലും മറ്റും നടക്കുന്ന മനുഷ്യക്കുരുതിയെ പിന്തുണയ്ക്കുന്ന ചില ഏഴാം കൂലികൾക്കും അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വാങ്ങിയാൽ അത് മറ്റേ കുരുതിക്ക് അംഗീകാരം കൊടുക്കുന്നതിന് തുല്യവും. അപ്പോൾ ഫലസ്തീനിൽ പൊരുതുന്ന പോരാളികൾക്ക് അത് അപമാനകരവും. ഇതാ കിടക്കുന്നു തൻ്റെ അവാർഡ്, എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ അവാർഡ് വലിച്ചെറിഞ്ഞാൽ വാങ്ങിക്കാൻ കൂട്ടാക്കിയില്ല. വലിയ കഷ്ടമായില്ലേ? ഒന്ന് ആലോചിച്ച് പോകും. ഇതിൽ ഏറ്റവും വലിയ തമാശ, ഇദ്ദേഹത്തിൻ്റെ ഇപ്പുറത്തിരുന്ന് വാർത്ത വായിക്കുന്ന വേറൊരു ചങ്ങാതിയുണ്ട്, വേണു ബാലകൃഷ്ണൻ. ഈ വേണു ബാലകൃഷ്ണൻ നേരത്തെ മാതൃഭൂമി ചാനലിൽ വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം അവിടുത്തെ ഒരു വനിതാ രത്നത്തോട് അപമര്യാദയെ പെരുമാറിയതിന് ആ ചാനലിൽ നിന്ന് പുറത്താക്കിയതാണ്. പിന്നെ പുള്ളി കുറേ നാൾ ഒറ്റക്കാലിൽ നടക്കരുത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശമ്പളം കുറച്ച് കുറവാണെങ്കിലും കുഴപ്പമില്ല, ഒന്നുമില്ലാത്തേക്കാൾ ഭേദമാണല്ലോ, 8 എണ്ണമെങ്കിൽ 8 എണ്ണം കിട്ടണതായി വിചാരിച്ച് മീഡിയ വൺ ചാനലിൽ വന്ന് ചേർത്ത്. ഈ മാന്യൻ അപ്പുറത്തിരുന്ന് വാർത്ത വായിക്കുമ്പോൾ പ്രമോദ് രാമന് ഒരു വിഷമവുമില്ല. പ്രമോദിനെ അദ്ദേഹത്തെ കാണുമ്പോൾ കോരിത്തെരിപ്പുണ്ടാവും. പോട്ടെ, പ്രമോദിനെ കുറിച്ച് തന്നെ എന്തൊക്കെ വാർത്തകൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇന്ത്യ വിഷനിൽ ജോലി ചെയ്ത കാലമൊക്കെ അദ്ദേഹം മറന്നുപോയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അൾഷിമേഴ്സ് ബാധിച്ചിട്ടുണ്ടാവും. ഏതായാലും താത്വികമായിട്ട് പുള്ളി അവാർഡ് അങ്ങോട്ട് നിരസിച്ചു. പിന്നെ ഗസയിലെ കാര്യമാണ്, അതിനെപ്പറ്റി അതൊന്നും പറയേണ്ടതില്ല. ഇദ്ദേഹം അവാർഡ് നിരസിച്ചതുകൊണ്ട് ഗസയിലെ പോരാളികൾക്ക് ഭയങ്കര ഉത്തേജനമാണ്. വയാഗ്ര കഴിച്ച പോലെ ഭയങ്കര ഉത്തേജനത്തോടെ അവരിപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സയനിസത്തിന്, ഫാസിസത്തിന്, സാമ്രാജ്യത്വത്തിന് വലിയ തിരിച്ചടിയാണ്. മാത്രവുമല്ല, ഇദ്ദേഹം അവാർഡ് നിരാകരിച്ചതോടുകൂടി ബെഞ്ചമിൻ നെതന്യാഹുവിന് രാത്രി ഉറക്കമില്ലണ്ടായി. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കണോ, അതോ ഞാൻ ജയിച്ചത് തെരഞ്ഞെടുപ്പ് റദ്ദാക്കി കമല ഹാരിസ് ജയിച്ചു എന്ന് പ്രഖ്യാപിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അത്ര വലിയ തിരിച്ചടിയായിപ്പോയി ഈ സാമ്രാജ്യത്വത്തിനും സയനിസത്തിനും. ഗസയിലെ പോരാളികൾക്ക് ഭയങ്കരമായ ഉത്തേജനം നൽകുന്ന ഒരു വാർത്തയാണ് ജനാബ് പ്രമോദ് രാമൻ അവാർഡ് നിരാകരിച്ച കാര്യം. ഇതുപോലെയൊക്കെയുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഈ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. വെറുതെ അല്ലേ ഇവരെ ആളുകൾ മാപ്ര എന്ന് വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പത്രപ്രവർത്തകരെ മാപ്ര എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ ഈ പ്രമോദ് രാവണനെ പോലെയുള്ള ആളുകളെ മാപ്ര എന്നല്ല, ശരിക്കും ചേപ്ര എന്നാണ് വിളിക്കേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ചാനലിനുള്ള ഇതേ ജോലി ചെയ്യുന്നത്. അവർക്കൊരു പത്രമുണ്ട്, ആ പത്രത്തിൻ്റെ ഒരു മാധ്യമം എന്നാണ്. ഈ മാധ്യമ പത്രത്തിലെ ജോലിക്കാർക്ക് ഈ
ഡിസംബർ 31 സെപ്റ്റംബർ മാസം ശമ്പളമാണ് കിട്ടിയത്. ഒക്ടോബറിലും നവംബറിലും ഡിസംബറിലും ശമ്പളം പെൻഡിങ്ങാണ്. ഇവരോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് മഹാനായ പ്രമോദ് രാമൻ സാറ് 31 കിട്ടുന്ന ശമ്പളം 1 വാങ്ങിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം പയ്യെ കിട്ടുമ്പോൾ സാറിന് അതിൻ്റെ വിഷമം മനസ്സിലാവും. അപ്പോൾ ഈ വഴിക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ നന്നായിരിക്കും. അവാർഡ് നിരാകരിക്കാൻ കാരണം അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് ഈ ഒരു കാരണം കൂടി പരിഗണിക്കാവുന്നതാണ്, പരിശോധിക്കാവുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവാർഡിതരായി തീർന്ന എല്ലാ മാപ്രകൾക്കും ചേപ്രകൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് താൽക്കാലത്തേക്ക് വിടാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.